വിഷയങ്ങളെപ്പറ്റിയുള്ള ഇടതുപക്ഷത്തിൻ്റെ ദാർശനിക സ്വഭാവമുള്ള കാഴ്ചപ്പാടുകളും എന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഈ വഴിക്ക് ചിന്തിച്ച ആധുനിക കാലത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യൻ ഫ്രെഡറിക് എംഗൽസാണ്. അദ്ദേഹം പറഞ്ഞു, ലാഭത്തിന് വേണ്ടിയുള്ള മൂലധനത്തിൻ്റെ പരക്കം പാച്ചിൽ പ്രകൃതിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്യുന്നുവെന്ന്. ആ ബലാത്സംഗത്തിൽ മനം മടുത്ത് പൊറുതിമുട്ടി പ്രകൃതി പ്രതികാരം ചെയ്യാതിരിക്കില്ല എന്നും എംഗൽസ് പറയുകയുണ്ടായി. സത്യത്തിൽ ആ പ്രതികാരമാണ് നമ്മളിന്ന് കാണുന്ന കാലാവസ്ഥാ വ്യതിയാനം, നമ്മളിന്നറിയുന്ന ആഗോളതാപനം. അത് മൂലധനത്തിൻ്റെ ലാഭാർത്ഥിയുടെ ഫലമായി പ്രകൃതിക്കുണ്ടായ ബലാത്സംഗത്തിൻ്റെ മുമ്പിൽ പ്രകൃതി പ്രകടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധമാണ്, അതിൻ്റെ പൊട്ടിത്തെറിക്കലാണ്. അതിനങ്ങനെ കണ്ടുകൊണ്ട് വരുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളും അവർക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റിയുള്ള, വ്യക്തതയുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഉറച്ച വിനീതമായ അഭിപ്രായം. അത് മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ സകല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തന അജണ്ടയിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടിനെ പറ്റിയുള്ള പരാമർശങ്ങൾ വേണ്ടിവരും. ഇതോടൊപ്പം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആതിരപ്പള്ളി പദ്ധതിയിൽ വനം വകുപ്പ് അവിടെ തടസ്സം നിൽക്കുമ്പോൾ തന്നെ താങ്കളുടെ സ്വന്തം മണ്ഡലമായ വിലങ്ങാട് ഇതേ പദ്ധതികൾക്ക് വേറൊരു രൂപത്തിൽ അനുമതി കൊടുക്കാൻ താങ്കൾ തയ്യാറാകുന്നു. ആതിരപ്പള്ളി പദ്ധതിയും വിലങ്ങാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, വനം വകുപ്പ് ഒരു ബന്ധവുമില്ല. ഇവിടെ വളരെ ചെറിയൊരു മിനി ഹഡൽ പദ്ധതി, ഇവിടെ 1 ഇഞ്ച് വനഭൂമി പോലും ആവശ്യം വരുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ആതിരപ്പള്ളിയും വിലങ്ങാടും എല്ലാം ഒരുപോലെയാണെന്ന് ഇസ്മയിലൊക്കെ പറയുമ്പം ഞാനവരെ കാണുന്നതറിയോ? വാദത്തിന് പറ്റുന്നത് വെറും വാദം. ഇതേ ഒരു വാദം ഉന്നയിച്ചത് വൈദ്യുതി മന്ത്രി AK ബാലൻ തന്നെയാണ്. അല്ല, ബാലൻ അങ്ങനെ ബോധപൂർവം ചെയ്യാൻ വഴിയില്ല. ചിലപ്പോൾ ഇസ്മയിൽ പറഞ്ഞു കൊടുത്തതായിരിക്കും. രണ്ടൊന്ന് ബാലൻ ചെയ്യാൻ വഴിയില്ല. അല്ല, ഇതേ ഒരു വാദം തന്നെ തിരുവനന്തപുരത്തുള്ള പത്രസമ്മേളനത്തിലും. ഇല്ല, വിലങ്ങാട്ടുള്ളത് ഒരു വളരെ ചെറിയ മിനി ഹഡൽ പ്രോജക്റ്റാണ്. 7.5 മെഗാവാട്ടുള്ള ഒരു കൊച്ചു മിനി വൈദ്യുതി പദ്ധതി. അതിനുവേണ്ടി വനഭൂമി അശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. വനഭൂമികളൊന്നും അതൊന്നുമില്ല. അതും ആതിരപ്പള്ളിയുമായിട്ട് സാദൃശ്യങ്ങളില്ല. ഇഷ്ടംപോലെ മരങ്ങൾ സാദൃശ്യങ്ങളില്ല. ആതിരപ്പള്ളിയും വിലങ്ങാടും തമ്മിലുള്ള സാദൃശ്യങ്ങളെ പറ്റി നിങ്ങൾ എത്ര ഭാവനാപൂർണമായിട്ട് വ്യാഖ്യാനിച്ചാലും സാദൃശ്യങ്ങളില്ല. രണ്ടു തന്നെയാണ്. ഈ മർക്കഷ്ണൻ ഭൂമി ഇടപാടിൽ UDF സംസ്ഥാന തലത്തിൽ ആഴ്ചകളോളം താങ്കളെ ബഹിഷ്കരിച്ചിരുന്നു. അവസാനം ആ UDF തന്നെ ആ ബഹിഷ്കരണം സ്വയം പിൻവലിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അല്ലെ ആ ഒരു സമയത്ത് താങ്കൾക്ക് അനുഭവപ്പെട്ട മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എൻ്റെ മാനസികാവസ്ഥ ഞാൻ തുറന്നു പറയട്ടെ. നമ്മളൊരിക്കലും ചിന്തിക്കുകയും ചെയ്യാത്തൊരു കാര്യം, നമുക്ക് ഓർത്താൽ പോലും അറപ്പുളവാക്കുന്നൊരു കാര്യം നമ്മൾ ചെയ്തു വന്ന് നമ്മളെ നോക്കി കുറച്ചാളുകൾ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ ആയിരിക്കാം നിരന്തരം പറയുമ്പോൾ തൊലിക്കട്ടി അധികം ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ടാകാവുന്ന മാനസികമായ പ്രയാസം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം ആ ദിനങ്ങൾ എന്നെ ഒരുപാട് വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്ന്, നമ്മൾ നേരാമണ്ണം ജീവിച്ചാൽ, പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ, രാഷ്ട്രീയത്തിലെയും പൊതുജീവിതത്തിലെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗ്ഗം നമ്മൾ കാത്തുസൂക്ഷിച്ചാൽ അതിനെല്ലാമുള്ള സമൂഹത്തിലെ അംഗീകാരം എന്താണെന്ന് എന്നെ ആ ദിവസം പഠിപ്പിച്ചു. UDFിലെ പല സുഹൃത്തുക്കളും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും വലിയ ഒരു പ്രചാരണമെല്ലാം തൊടുത്തുവിട്ടെങ്കിലും ഞങ്ങൾക്ക് പരാജയമുണ്ടായിപ്പോയതെന്ന് അവർ പറഞ്ഞപ്പോൾ അതിനകത്തെല്ലാം ഉണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അത് വീണ്ടും നിയമപരമായി തെളിയിക്കപ്പെട്ടു. രാഷ്ട്രീയത്തിലെ സംശുദ്ധി, പൊതുപ്രവർത്തനത്തിലെ സുതാര്യത, അതൊരു നിസ്സാരമായ കാര്യമല്ല. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ആ സംശുദ്ധിയുടെയും സുതാര്യതയുടെയും മൂല്യങ്ങൾക്ക് എത്രമാത്രം അർത്ഥമുണ്ടെന്ന് കൂടി ആ ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ചു. പിന്നെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഏത് കാര്യങ്ങളും കോഴിക്ക് മുല വന്നു എന്ന് പറയും പോലെ പറയാനും പ്രചരിപ്പിക്കാനും ഒന്നും മടിക്കാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും ഉണ്ടാകാമെന്ന കാര്യവും എന്നെ പഠിപ്പിച്ചു. പക്ഷെ ആ കൊടുങ്കാറ്റെല്ലാം ആഞ്ഞു വീശുമ്പോഴും നേരിനും നെറിക്കും സത്യത്തിനും ധർമ്മത്തിനും ആത്യന്തികമായൊരു വിജയമുണ്ടെന്നും ആ ദിവസം എന്നെ പഠിപ്പിച്ചു. ജനങ്ങൾ എല്ലാത്തിനേക്കാളും വലിയവരാണെന്നും അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്ന ഏതോ ഒരു 6ാം ഇന്ദ്രിയമുണ്ടെന്നും ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. ജനങ്ങളിലെ ഏറിയ പങ്കും അന്ന്
പ്രകടിപ്പിച്ച ആ വിശ്വാസം കൊണ്ടുകൂടിയാണ് എത്ര വലിയ രൂക്ഷമായ വിപരീത പ്രചാരണത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയിട്ടും LDF ഗവൺമെൻറ്റിലെ വനം വകുപ്പിൻ്റെ മന്ത്രി തെറ്റായ വഴിക്ക് പോകുന്ന ഒരാളല്ല എന്ന് സമൂഹം പൊതുവിൽ വിശ്വസിച്ചത്. ആ വിശ്വാസം ഒരു വലിയ സമ്പാദ്യമാണ്. ഒരു ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഈ ജനവിശ്വാസമാണ്. എത്ര കോടിയും നിങ്ങൾ വിലയിട്ടാലും ഈ വിശ്വാസമെന്ന് പറയുന്ന വലിയ സമ്പത്തിൻ്റെ വിലയാകാൻ പോകുന്നില്ല. അന്ന് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന നൂറുകണക്കിന് സന്ദേശങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ കാണാത്ത മനുഷ്യർ, ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം. അതിലൊരു SMS ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞത്, ദ സൺ മേ റൈസ് ഇൻ ദ വെസ്റ്റ് ബട്ട് ബിനോയ് ക്യാൻ നെവർ ബി കറപ്റ്റ്. അത് ഞാൻ പൊതുരംഗത്ത് 10-30 കൊല്ലക്കാലം പ്രവർത്തിച്ച എൻ്റെ പ്രവർത്തനത്തിൻ്റെ അംഗീകാരമാണ്. ചെയ്യാത്ത തെറ്റിന് രൂക്ഷമായ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുമ്പോഴും ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മന്ത്രി പദവി ഒരു മുൾക്കിരീടമായി താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല? ഇല്ല, മന്ത്രി പദവി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഗംഭീരമായ കാര്യമാണെന്നും എന്തോ ഒരു പൊങ്ങച്ചത്തിൻ്റെയോ പത്രാസിൻ്റെയോ കാര്യമാണെന്നും എനിക്ക് തോന്നിയിട്ടേയില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരുപാട് തലങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, മുഖങ്ങളുണ്ട്, ചുമതലകളുണ്ട്. അതിൽ ഒരു ചുമതലയാണ് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകാൻ ഇടയുള്ള ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ട്, അനുകൂലമായവയുമുണ്ട്. ആ പ്രതികൂല ഘടകങ്ങളിലെ ഏറ്റവും രൂക്ഷമായ ഒന്നായിട്ടാണ് ഞാൻ ആ അടിസ്ഥാനരഹിതമായിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്ന ദിനങ്ങളെ കാണുന്നത്. അതും കൂടി ചേർന്ന് ഒന്നാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് എനിക്കറിയാം. ഇപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും തുണയായി നിന്നത് എന്താണ്? ജനങ്ങളാണ്, എൻ്റെ പാർട്ടിയാണ്, എൻ്റെ കുടുംബമാണ്. കഴിഞ്ഞ 5 വർഷം നാദാപുരത്തിന്റെ ഒരു ജനകീയ MLA ആയി തിളങ്ങിയിരുന്ന താങ്കൾ മന്ത്രിയായതിനു ശേഷം നാദാപുരത്ത് എത്തിയപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി പുളിയാവ് പീഡന കേസിൽ താങ്കളെ അവിടുത്തെ ജനങ്ങൾ ബഹിഷ്കരിക്കുന്നു. നാദാപുരത്ത് സിവിൽ സ്റ്റേഷന്റെ പേരിൽ ഒരു ഹർത്താൽ. ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെയായിരുന്നു താങ്കൾ നോക്കിക്കണ്ടത്? ഞാനതിനെ കാണുന്നത്, മന്ത്രിയായിട്ട് വന്നപ്പോൾ ഞാൻ ലെവലേശം മാറിയിട്ടില്ല. MLA ആയിരുന്ന ഞാൻ എന്താണോ അതേ ഞാനാണ് മന്ത്രിയായ ഞാൻ. നാളെ മന്ത്രി അല്ലാതായി കഴിയുമ്പോഴും ഇതേ ഞാൻ തന്നെയായിരിക്കും. മന്ത്രിയായിരിക്കുമ്പം ഒരു മുഖം, MLA ആകുമ്പോൾ വേറൊരു മുഖം, അല്ലാത്തപ്പോഴത്തേക്കും വേറൊരു മുഖം. എനിക്ക് എപ്പോഴും ഒറ്റ മുഖം മാത്രമേ ഉള്ളൂ. ആ മുഖം തീർച്ചയായിട്ടും ജനങ്ങളോടുള്ള വിധേയത്വത്തിൻ്റെയും കൂറിൻ്റെയും അവരോട് പുലർത്തേണ്ടുന്ന ആദരവിൻ്റെയും മുഖമാണ്. ഞാൻ ഒരു നാടകവും കളിച്ചിട്ടില്ല. അതെനിക്ക് എവിടെയും പറയാൻ കഴിയും. താൽക്കാലിക പ്രീതിക്ക് വേണ്ടി ഒരാളോടും നുണ പറഞ്ഞിട്ടില്ല. നടക്കാത്ത എന്തെങ്കിലും കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞ് ആരെയും ഞാൻ പ്രലോഭിപ്പിച്ചിട്ടില്ല. എൻ്റെ ഈ ജീവിതകാലത്ത് MLA, മന്ത്രി 10 കൊല്ലമാകാൻ പോകുന്നു. ഞാൻ എന്നെക്കൊണ്ടാകാവുന്ന കാര്യങ്ങളെല്ലാം നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടിയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ടാകാത്ത ഒരു കാര്യവും ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാളുടെയും മുമ്പിൽ അയാളെ കബളിപ്പിക്കാൻ വേണ്ടി, എന്നെ കബളിപ്പിക്കാൻ വേണ്ടി ഒരാളൊരു നടക്കാത്ത കാര്യം നടത്താമെന്ന് പറഞ്ഞാൽ അതെന്നെ ചെറുതാക്കലാണ്. എനിക്കത് ഇഷ്ടമില്ല. എനിക്കിഷ്ടപ്പെടാത്ത ആ കാര്യം ഞാൻ വേറെ ആരോടും ചെയ്തിട്ടുമില്ല. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പുളിയാവിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. പുളിയാവിലെ ആ സംഭവങ്ങളിൽ ഞാൻ നിലക്കൊണ്ടത് അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും കുടുംബങ്ങളുടെയും കൂടെയാണ്. അത് അവർക്കെല്ലാവർക്കും ബോധ്യമാണ്. എന്നെ ബഹിഷ്കരിച്ചു എന്ന് പറയുന്ന അതേ കുടുംബങ്ങൾ തന്നെ അതിനേക്കാൾ എത്രയോ കവിഞ്ഞ സ്നേഹത്തോടു കൂടി അതേ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനും എന്നോടുള്ള അവരുടെ ഐക്യം പ്രകടിപ്പിക്കാനും വേണ്ടി അതേ ക്യാമ്പസിൽ വന്ന കാര്യവും ഞാൻ കണ്ടതാണ്. അതെല്ലാം വിളിക്കുന്നത് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നമ്മളൊന്നും കാണാത്ത അടിയൊഴുക്കുകളോ മേലൊഴുക്കുകളൊക്കെ ഉണ്ടാകുന്നു. ആ സംഭവം പറയുന്നു. പുളിയാവ് സ്കൂളിൽ ഞാൻ പോയപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പോയപ്പോഴത്തേക്കും അതേ ജനങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹവായ്പ ഞാൻ കണ്ടതാണ്. പിന്നെ മിനി സിവിൽ സ്റ്റേഷൻ പറ്റിയുള്ള നിലപാടെന്ന് വെച്ചാൽ നാദാപുരം പഞ്ചായത്തിനകത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ വരുന്നു. നാദാപുരം മണ്ഡലത്തിന് വേണ്ടി നാദാപുരത്തെ MLAയുടെ മുൻകൈയിൽ ലഭ്യമാക്കിയ ആ സിവിൽ സ്റ്റേഷൻ നാദാപുരം പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത MLAയാണ് ഞാൻ. ആ നാദാപുരം പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ട ആ സിവിൽ സ്റ്റേഷനെതിരായിട്ട് നാദാപുരം പഞ്ചായത്തിലെ തന്നെ വേറൊരു ഭാഗത്ത് കുറച്ചാളുകൾ, സുഹൃത്തുക്കൾ തന്നെയാണ് അവർ വളരെ ഒരു വികാരപരമായിട്ടുള്ള വിഷയമൊക്കെ അതിനെ കുത്തിപ്പൊക്കിയപ്പോഴും ഞാൻ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് കഥയറിയാത്തൊരു ബന്ധപ്പാടാണല്ലോ എന്ന്. നാദാപുരം വളരുകയാണ്. അത് വളരുന്നത് കല്ലാച്ചി ഭാഗത്തേക്കാണ്. നാദാപുരവും കല്ലാച്ചി ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ ഉണ്ടാകേണ്ടത് എവിടെയായാലും നാദാപുരം പഞ്ചായത്തിലാണെന്ന്
ഉറച്ച നിലപാട് സ്വീകരിച്ച നാദാപുരത്തെ MLA ആണ് ഞാൻ. നാദാപുരത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ സൂപ്പി നെല്ലിക്കാട്ടേരിയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഞാൻ ഇന്ന് വായിച്ചു, ഒരു നേട്ടം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന നാദാപുരം പഞ്ചായത്ത് കൊണ്ടുവന്ന നാദാപുരത്തെ മിനി സിവിൽ സ്റ്റേഷനാണ്. ആ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നതിലും നാദാപുരം പഞ്ചായത്ത് തന്നെ അത് കൊണ്ടുവന്നതിലും എനിക്ക് അഭിമാനമേ ഉള്ളൂ. അതിന് വളരെ വൈകാരികമായ എന്തോ ഒന്നാക്കി ചിത്രീകരിച്ച് മറ്റെന്തോ ഒക്കെ ഒന്നാക്കി തീർക്കാനുള്ള ശ്രമങ്ങളെപ്പറ്റി എൻ്റെ മനസ്സിലുള്ള സന്ദേഹങ്ങൾ ഇപ്പോഴും സന്ദേഹമായി കിടക്കുന്നു. അത് ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകും. കുറേ ചോദ്യങ്ങളായി കിടക്കും. പുളിയാവുകളുടെ പീഡന സമയത്ത് തന്നെ അവിടെ ആദ്യം രാവിലെ KK ലതിക MLA വരുന്നു, നാട്ടുകാർ സ്വീകരിക്കുന്നു. അതിന് പിന്നാലെ എത്തിയ മന്ത്രി ബിനോയ് വിശ്വത്തെ വിഭാഗം നാട്ടുകാർ ബഹിഷ്കരിക്കുന്നു. അതെനിക്കറിയില്ല. പുളിയാവിലെ ജനങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള എനിക്ക് അവരോട് സ്നേഹമാണ്. പുളിയാവിലെ ജനങ്ങൾക്ക് എന്നോട് സ്നേഹമാണ്. അവർക്ക് എന്നോടുള്ള സ്നേഹത്തെ പോലെ തന്നെ എനിക്ക് അവരോട് സ്നേഹമാണ്. എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും അവരുടെ പ്രായവും അവരുടെ കുടുംബങ്ങളുടെ വ്യഥയും ആശങ്കകളും എല്ലാം നല്ലവണ്ണം അറിയാം. അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത്. അവരുടെ കൂടെയേ നിന്നിട്ടുള്ളൂ. എപ്പോഴും അതങ്ങനെ തന്നെ ആയിരിക്കും. ചോദ്യം, KK ലതിക MLA സ്വീകരിച്ച അതേ നാട്ടുകാർക്കെതിരെ എന്നെ പുളിയാവിലെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചത് ഞാൻ അതിലെന്തെങ്കിലും രാഷ്ട്രീയ നാടകം നാടകം കളിച്ചവർക്ക് അറിയാവുള്ളൂ. ഞാൻ കളിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞ നാദാപുരത്തെ മിനി സിവിൽ സ്റ്റേഷൻ ആ ഉദ്ഘാടന സമയത്ത് 3 മാസം കൊണ്ട് ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് താങ്കൾ തന്നെ അവിടെ പരസ്യ പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ തീയതി വരെ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? വന്ന വിവാദങ്ങളും പ്രശ്നം കുത്തിപ്പൊക്കിയവരും പേപ്പറുകൾ അയച്ചവരും ഒക്കെ ഘടകങ്ങളാണ്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ആ നീണ്ടുപോയിട്ടുണ്ട്. ആ നീണ്ടുപോയതിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റി അത് വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അനാവശ്യമായി വിവാദങ്ങൾ കുത്തിപ്പൊക്കുമ്പോൾ നടക്കേണ്ടുന്ന കാര്യങ്ങളുടെ നടത്തിപ്പ് വേഗിക്കാൻ മാത്രമേ അത് കാരണമാകൂ എന്ന് കൂടി ആ വിവാദം പഠിപ്പിക്കുന്നുണ്ട്. CPM-ന്റെ മുതിർന്ന പല നേതാക്കളും താങ്കൾക്കെതിരെ അവസരം കിട്ടുമ്പോഴൊക്കെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരാറുണ്ട്. ഉദാഹരണമായി AK ബാലൻ മിനിസ്റ്റർ, ജയരാജൻ, ഇവരൊക്കെ വളരെ രൂക്ഷമായി തന്നെ പല ഘട്ടങ്ങളിൽ താങ്കൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം? നിങ്ങൾ ഈ പറഞ്ഞ 2 പേരുകളും CPM-ന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന കാര്യം സത്യമാണ്. അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അവർ 2 പേരും എനിക്കെതിരാണെന്നുള്ള പ്രസ്താവനയ്ക്ക് അത് സത്യമില്ല. അവരെനിക്കെതിരല്ല. ബാലനും ജയരാജനും എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള എൻ്റെ സഹാക്കളാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. അവരും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങളെല്ലാം ചിന്തിക്കും പോലെ ഒരു ഉപരിപ്ലവ ബന്ധമല്ല. അതൊരുപാട് ആഴമേറിയ സ്നേഹബന്ധമാണ്. ആഴമേറിയ ആ സ്നേഹബന്ധങ്ങളുടെ യഥാർത്ഥമായ ആഴവും ശക്തിയും അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. അതറിയാൻ ശ്രമിക്കുക. അറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇവരും ഞാനും എല്ലാം തമ്മിലുള്ള യഥാർത്ഥമായ ബന്ധം എത്രയേറെ നല്ലതാണ്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. നാദാപുരം നിയോജകമണ്ഡലത്തിൽ ഒട്ടനവധി വികസന കാര്യങ്ങൾ നടത്തുമ്പോഴും പലപ്പോഴും വിവാദങ്ങൾ അതൊരു സ്ഥിരം സംഭവമായിട്ടുണ്ട്. എന്തായിരിക്കണം ഇതിന് കാരണം? 452 കോടി രൂപയുടെ വികസനം ഇപ്പോൾ നടക്കുന്നൊരു മണ്ഡലത്തിൽ വിവാദങ്ങളുണ്ടായാൽ എന്തുകൊണ്ടുണ്ടാക്കി എന്നത് അതുണ്ടാക്കിയ ഉത്തരം പറയണം. എനിക്കറിയാം. നാദാപുരം ഗവൺമെന്റ് ആശുപത്രി വിവാദങ്ങളുടെ കാര്യം ഞാൻ കാണുന്നില്ല. നാദാപുരം ഗവൺമെന്റ് ആശുപത്രി ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയാണ്. എല്ലാ ഡോക്ടർമാരും അവിടെ ഇപ്പോഴുണ്ട്. അവിടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, സ്റ്റേ സമ്പ്രദായമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാം നോക്കിയാൽ കേരളത്തിൽ എവിടെയും കാണില്ല ഒരു മണ്ഡലത്തിൽ 452 കോടി രൂപയുടെ വികസന പ്രവർത്തനം. ആ വികസന പ്രവർത്തനത്തിനോടൊപ്പം തന്നെ നാദാപുരത്തിൻ്റെ ഭാവിക്ക് ഒരു പുതിയ ദിശാബോധം കൊടുക്കാൻ പോകുന്ന ഒരുപാട് പുതിയ പദ്ധതികൾ. അതിലൊന്നാണ് വളരുന്ന നാദാപുരം പദ്ധതി, വേറൊന്നാണ് നാദം പദ്ധതി, വേറൊന്നാണ് നാദാപുരം വികസന പദ്ധതി. ഈ പദ്ധതികളിലൂടെ നാദാപുരത്തിൻ്റെ മുഖച്ഛായയെ മാറ്റിക്കുറിക്കാൻ, നാദാപുരത്തിൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രെയിംവർക്കിനകത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ദൂരക്കാഴ്ചയോട് കൂടിയ ഒട്ടേറെ കാര്യങ്ങൾക്ക് നാദാപുരം വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിവാദങ്ങൾക്കല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ വിവാദങ്ങളിലേക്കില്ല. എൻ്റെ ലക്ഷ്യം വിവാദങ്ങൾക്ക് ഒരു എണ്ണ പകരുകയല്ല. ഞാൻ അതിൻ്റെ ആളല്ല. ഞാൻ നാദാപുരത്തിൻ്റെ നന്മയുടെയും വികസനത്തിൻ്റെയും ഭാഗത്ത് എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് രാപകൽ അതിനുവേണ്ടി പാടുപെട്ട നാദാപുരത്തിൻ്റെ ജനപ്രതിനിധിയാണ് ഞാൻ. അതെനിക്ക് അഭിമാനമുള്ളതാക്കുന്ന കാര്യമാണ്.